നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്ലാനറ്റ്, അത് പ്രത്യേകിച്ച് താരാഗ്രഹങ്ങളിൽ പെടുന്ന ഏറ്റവും 5 താരാഗ്രഹങ്ങളാണുള്ളത്. സൂര്യനും ചന്ദ്രനും ഒഴികെ അവരെ നക്ഷത്രഗ്രഹങ്ങൾ എന്നും, അതായത് സൂര്യൻ എന്ന് പറയുന്നത് നക്ഷത്രവും ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹവുമായതിനാൽ ഭൂമിയുടെ സ്ഥാനത്താണ് ചന്ദ്രനെ കാണുന്നത്. അതൊഴിച്ചാൽ ബാക്കി ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എർത്ത് സെൻട്രിക് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ ബേസ് ചെയ്തിട്ടാണ് ഹൊറോസ്കോപ്പ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ബേസിക്കലി കാൽക്കുലേഷൻ എർത്ത് സെൻട്രിക് ഒന്നുമല്ല, സൺ സെൻട്രിക് ആയിട്ട് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു ഒബ്സർവേഷൻ, ഗ്രഹനില എന്ന് പറയുന്നത് ജനിക്കുന്ന സ്ഥലത്ത് ജനന സമയത്തെ ആസ്പദമാക്കി നേരെ മുകളിലേക്കുള്ള ഒരു സ്നാപ്ഷോട്ട് എന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെ ഉള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ പഞ്ചതാരാഗ്രഹങ്ങളിൽ അംഗാരകൻ, ബുധൻ, ബൃഹസ്പതി, ശുക്രൻ, ശനി എന്നീ പറയുന്ന 5 ഗ്രഹങ്ങളിൽ ഏറ്റവും ബൃഹത്തായിരിക്കുന്ന, ഏറ്റവും വലുപ്പമുള്ള, ജീവിതത്തിൽ അതിൻ്റെ കാരകത്വത്തിൽ സൂചനയായിട്ട് നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം വരുന്നൊരു കാര്യം ആയിട്ടുള്ള ഈശ്വരാധീനം എന്ന് പറയുന്ന ഗ്രഹം, സർവീശ്വരകാരകത്വം പറയുന്ന ഗ്രഹം, സൂചന നൽകുന്ന ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ബൃഹത്തായിട്ടുള്ള നവഗ്രഹങ്ങൾ, വലിപ്പം കൊണ്ട് ഏറ്റവും ബൃഹത്തും അത് തരുന്ന കർമ്മങ്ങൾ വളരെ വേഗത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ കഴിവുള്ളതും, അതുപോലെ ക്ഷമയുടെയും സഹനം തുടങ്ങിയിട്ടുള്ള മാനുഷിക മൂല്യങ്ങളുടെയും ആധ്യാത്മിക മൂല്യങ്ങളുടെയും ആധിപത്യം വഹിക്കുന്ന, ആ ഏരിയയിലെ രാജാവായിരിക്കുന്ന, ഗുരുവായിരിക്കുന്ന, അന്ധകാരത്തെ അകറ്റാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങളുടെ സൂചന നൽകുന്ന ജൂപ്പിറ്റർ പ്ലേസ്മെൻറ്റ് ഇൻ 7th ഹൗസ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ജൂപ്പിറ്ററിനെ കുറിച്ചാണ്. 7ാം ഭാവത്തിൽ പൊതുവെ വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു സ്ഥാനമായിട്ടാണ് കാണുന്നത്. ഈശ്വരാധീനമുള്ള ദാമ്പത്യം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും എപ്പോഴും പൂർണ്ണ ബലമായിട്ടൊരു ഗ്രഹം വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ മാനദണ്ഡം ഉപയോഗിക്കുക. ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്കിയ ഗ്രഹത്തിനും വ്യാഴം അവിടെ നിന്നത് കൊണ്ട് മാത്രം ദാമ്പത്യ ജീവിതം നന്നാവണമെന്നില്ല. 7ാം ഭാവാധിപൻ 6-8-12 പോവുകയോ 6-12 ഭാവാധിപന്മാരുമായിട്ട് യോഗം വന്നു പോവുകയോ, അതേപോലെ തന്നെ ശുക്രൻ, 7ൻ്റെ കാരകനായിരിക്കുന്ന ശുക്രൻ 6-12 പോവുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് കുറേ ദോഷങ്ങൾ ഒഴിയുന്നു എന്നുള്ളതൊഴിച്ചാൽ ദാമ്പത്യ ജീവിതം പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ കാർമ്മിക ബന്ധങ്ങളും ആത്മീയ പരിഹാരങ്ങളും കൂടാതെ ഇവരുടെ ഒരു സെക്ഷൽ സ്റ്റൈലും താല്പര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നോക്കാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. പോസിറ്റീവ് എഫക്ട്സ്. വ്യാഴം ശുഭമായിട്ട് 7ൽ നിന്നാൽ ഉള്ള ഫലത്തെക്കുറിച്ച് പറയാം. പക്വതയുള്ള പങ്കാളി എന്നാണ്. ഈ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിൽ ഗുരുവിനെയോ ഗുരുതുല്യരായിട്ടുള്ളവരെയോ ആഗ്രഹിച്ചതിൻ്റെ ബാക്കിപത്രമാണ് എന്നാണ്. പൂർവ്വജന്മത്തിൽ ഗുരുവിനെയോ ഗുരുതുല്യരായിട്ടുള്ള ആളുകളെയോ ആഗ്രഹിച്ചതിൻ്റെ ബാക്കിപത്രമായിട്ട് ഈ ജന്മത്തിൽ അതുപോലെ ഒരാളെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ ഒരാളെ കിട്ടുകയോ ചെയ്യും, അല്ലെങ്കിൽ അതുപോലെ ഒരാളെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ലഗ്നത്തിലും 7ാം ഭാവത്തിലും വ്യാഴം നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും വ്യാഴത്തിൻ്റേതായിട്ടുള്ള ഫാൻറ്റസികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ശുക്രൻ്റെ ഫാൻറ്റസികളിൽ നിന്ന് നേരെ വിപരീതമായിരിക്കും വ്യാഴത്തിൻ്റെ ഫാൻറ്റസീസ്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ശുക്രന് നല്ല ബലമുള്ള ഒരാളും വ്യാഴത്തിന് നല്ല ബലമുള്ള ഒരാളും ഗുരുവായൂരമ്പലത്തിൽ പോവുകയാണെന്നിരിക്കട്ടെ. അപ്പം
നമ്മളത് ഒരു ഒബ്സർവ് ചെയ്യാം. 2 പെൺകുട്ടികൾ, വ്യാഴത്തിൻ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ വളരെ ലളിതമായി വളരെ ഭക്തിയോട് കൂടിയിട്ട് അവർ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ നല്ല രസവുമായിരിക്കും. ആ വ്യാഴത്തിൻ്റെ ഐശ്വര്യം അവർക്കുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? വ്യാഴത്തിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാവും. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ആഡംബരങ്ങളോ അവർക്കുണ്ടാവില്ല. പക്ഷേ ആ ഒരു ഭക്തിയും ആ ഒരു ചൈതന്യവും ആ ഒരു ഐശ്വര്യവും കാരണം ചില മുടിയൊക്കെ ചുമ്മാതിങ്ങനെ ഒന്ന് കെട്ടി അതിലൊരു തുളസിക്കതിരൊക്കെ വെച്ച് വളരെ കൂളായിട്ട് ലളിതമായിട്ട് വളരെ വേഗത്തിൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഭഗവാനെ മാത്രം ശ്രദ്ധിച്ചു പോകുന്ന ഒരു കാറ്റഗറി, അത് വ്യാഴമാണ്. അത് കാണുമ്പോൾ നമുക്ക് അവരോട് അറിയാതൊരു ബഹുമാനം തോന്നും. അവരെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നത് കാണും, നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടാൽ അപ്പോൾ നമുക്കൊരു ഭക്തിയുടെ ഒരു തലം, നമ്മളിലും ഒരു ഭക്തിയുടെ ഒരു ധ്വനി ഉണ്ട്. എന്ത് രസമായാലും നല്ല ഐശ്വര്യമുള്ളൊരു കൊച്ച് എന്ന് പറയും. എന്നാൽ ശുക്രനാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയായിരിക്കും പോകുന്നത്. ഗുരുവായൂരപ്പനെ ഭയങ്കര ഭക്തിയോടുകൂടി ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ എത്ര ഭംഗിയായി ഒരുങ്ങാമോ അത്രയും ഭംഗിയായിട്ട് ഒരുങ്ങി ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് മേക്കപ്പുകളൊക്കെ ഇട്ട് അതിനൊക്കെ കുറേ സമയമെടുത്ത് അതെല്ലാം ചെയ്ത് അവിടെയാണ് ആ ഗ്രഹങ്ങളുടെ കാരകത്വത്തിലേക്ക് ആ ഒരു ആക്ടിവിറ്റിയെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് ഏത് ഗ്രഹത്തിൻ്റെ കീഴിൽ വരും എന്ന് നോക്കിയാൽ ഉറപ്പായിട്ടും ശുക്രനാണത്. അതത്രയും സമയമെടുത്തിട്ടുണ്ടാവും, അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അവരുടെ ആ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടി, അല്ലെങ്കിൽ അവർ ആ പുറത്തേക്ക് കാണിക്കുന്ന പ്രൊജക്റ്റ് ചെയ്യുന്ന അവരുടെ ഒരു ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതായത് വിവാഹത്തിനൊക്കെ പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കൂടുന്നൊരു സ്ഥലത്ത് പോകുന്ന പോലെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരുങ്ങും. അത് തെറ്റൊന്നുമില്ല കേട്ടോ. ഓരോരുത്തർ പറയും അമ്പലത്തിൽ ഒരുങ്ങി വരുന്നത് കണ്ടില്ലേ, അമ്പലത്തിലാണോ ഇവർ വരുന്നതെന്നൊക്കെ ചോദിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അവർക്ക് ഏറ്റവും കോൺഫിഡൻസ് നൽകുന്ന രീതിയിൽ ചില ആൾക്കാർ ഭഗവാന്റെ അടുത്തേക്കൊക്കെ അടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പെടപ്പ് പോലെയാണ്. ഭക്തിയും പ്രണയവും ഒക്കെ മൂത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹയർ എക്സ്റ്റസി അവർ അനുഭവിക്കുന്നുണ്ട്. അവർക്കതൊരു കോൺഫിഡൻസും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരാൾ കൂടെ ഉണ്ടെന്നും അവരുടെ ഇൻസെക്യൂരിറ്റീസിനെ ഓവർകം ചെയ്യാനും അവരുടെ മുന്നോട്ടുള്ള യാത്രകൾക്കും വിജയങ്ങൾക്കുമെല്ലാം ഭഗവാന്റെ അടുത്ത് അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മാറ്റമുണ്ടാകുന്നുണ്ട്. അതുപോലെ തിരിച്ചും വ്യാഴത്തിന് ബലമുള്ളവരാണെങ്കിൽ വളരെ ലളിതമായി, എന്നാൽ സ്വർണ്ണമൊക്കെ ഉപയോഗിച്ചേക്കാം, ചിലപ്പോൾ സ്വർണ്ണം ഉപയോഗിച്ചേക്കാം. അല്ലെങ്കിൽ കാരണം വ്യാഴത്തിൻ്റെ കാരകത്വത്തിലാണ് ഗോൾഡ് വരുന്നത്, വാരി വലിച്ചിടുന്നതല്ല, പക്ഷെ ആ ഒരു ഐശ്വര്യം ആണ് വ്യാഴം. അപ്പം ആ ഒരു പക്വത എന്ന് പറയുന്നത്, ആ പക്വതയുള്ള പങ്കാളി എന്ന് പറയും. ഒരു അറിവും ജ്ഞാനവും വിവേകവും ഉള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കും. പങ്കാളി പലപ്പോഴും നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമോ ധനസ്ഥിതിയോ ഉള്ളവരായിരിക്കാം 7-ൽ വ്യാഴം നിൽക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ പറയാറുണ്ട്, 7-ൽ വ്യാഴം നിൽക്കുന്ന ഒരു സ്ത്രീ വന്നു കയറിയതിന് ശേഷമാണ് ഇത്രയും ഉയർച്ച ഉണ്ടായത്, അവർ വന്നതിന് ശേഷമല്ല ഇത്രയും ഐശ്വര്യം ഉണ്ടായതെന്നൊക്കെ പറയും. അപ്പോൾ അത് ആ അനുഭവത്തിലുമുണ്ട്. ഭാഗ്യാനുഭവം ആണ് മറ്റൊരു 7-ലെ 7th ഹൗസ് ജൂപ്പിറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വിവാഹത്തിന് ശേഷമായിരിക്കും ജാതകന് സാമ്പത്തികപരമായിട്ട് ഉയർച്ചയും പ്രശസ്തിയും ഭാഗ്യോദയങ്ങളും ഉണ്ടാകുന്നത്. തിരിച്ചും വരാം കേട്ടോ. അതുപോലെ വിശ്വസ്തത എന്ന് പറയുന്നത്, ധാർമ്മികതയുടെ ഗ്രഹമായ വ്യാഴം ഇവിടെ നിൽക്കുന്നത് ദാമ്പത്യത്തിൽ പരസ്പരം ചതിക്കാനോ വഴിവിട്ട് സഞ്ചരിക്കാനോ ഉള്ള സാധ്യത കുറവാണെന്നുള്ളതാണ്. ഈ ജാതകത്തിൽ ഏറ്റവും ബലമുള്ള ഗ്രഹമായിട്ടുള്ള ജൂപ്പിറ്റർ, ലഗ്നത്തിൽ ജൂപ്പിറ്റർ, ഇതെല്ലാം ബലപ്പെട്ട് നിന്നാൽ മൊത്തത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ വന്നാൽ ഇത് മാറും. ജൂപ്പിറ്ററിന് കുജൻ്റെ സ്വാധീനം വന്നാൽ രീതി മാറും, ജൂപ്പിറ്ററിന് ശുക്രൻ്റെ സ്വാധീനം വന്നാൽ എൻ്റെ രീതി മാറും. ഇതൊരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അത് പറഞ്ഞു തരാൻ പറ്റും. അത് നമ്മൾ അതിൻ്റെ ആ ഹിൻഡ് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഇപ്പം ബുധന് പറഞ്ഞ പോലെ ഒരു കേൾവിക്കാരനെയോ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിന് അപ്പുറമായിട്ട് ഒരു റെസ്പെക്റ്റഡ് റിലേഷൻഷിപ്പ്, അതായത് വളരെ ബഹുമാനമുള്ള ഒരു വഴികാട്ടി, ഒരു മെൻറ്ററോ ആയിരിക്കുന്ന ആളായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നല്ല ഉപദേശകരാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നി നിങ്ങൾ ജീവിത പങ്കാളി, നിങ്ങളുടെ ഒരു ഭർത്താവ് അല്ലെ ഭാര്യ എന്നതിനുപരിയായിട്ട് ഒരു നല്ല വഴികാട്ടിയും
ഗൈഡ് ഓർ മെൻറ്റർ അല്ലെ ഗുരു അല്ലെങ്കിൽ ഒരു ഉപദേശകൻ ഒക്കെ ആയിരിക്കാനുമുള്ള സാധ്യതയും ഉണ്ട്. എന്താണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, പൂർവജന്മത്തിൽ അത്രയും ക്വാളിറ്റിയുള്ള ഒരാളെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ ബാക്കിപത്രമായിട്ടാണ് ഈ ജന്മം അങ്ങനെ ഒരാളെ കിട്ടുന്നത്. അപ്പോൾ എന്ത് കുറവുകൾ ആ വ്യക്തിക്കുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വാളിറ്റി ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇവർക്ക് റെസ്പെക്റ്റ് ഒരുപാട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇവർ നിൽക്കുകയും ചെയ്യും. മര്യാദ പുരുഷോത്തമന്മാരും മര്യാദയുള്ള സ്ത്രീകളുമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കൂടിപ്പോകുന്നതുകൊണ്ട് അത് ചേരാത്ത ആൾക്കാരുടെ അടുത്ത് മറ്റു കർമ്മദോഷങ്ങൾ കൊണ്ട് ഈ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് ഇപ്പം 7 ജൂപ്പിറ്റർ വരുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവം വരും. പക്ഷേ 7ാം ഭാവാധിപൻ 6-8-12 ശുക്രൻ 6-8-12 ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആൾ വേറെ രീതിയിലായിരിക്കും. അതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ദോഷഫലങ്ങൾ നമുക്ക് നോക്കാം. അതായത് സ്ത്രീ ജാതകത്തിലെ 7-ൽ വ്യാഴം നിൽക്കുന്നത് കാരകോ ഭാവനാശക അല്ലെങ്കിൽ കാരകോ ഭാവനാശതി എന്ന് പറയുന്ന ചില ഇതായിട്ട് ഉപയോഗിക്കണമെന്ന് ഭൃഗു അസ്ട്രോളജി ഫോളോ ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള സ്കോളേഴ്സ് പറയുന്നുണ്ട്. അതായത് പൊതുവിൽ ശുക്രനാണ് 7ാം ഭാവത്തിൻ്റെ കാരകൻ, പൊതുവെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത്. എന്നാൽ ഭൃഗു അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു ഏരിയ ഫോളോ ചെയ്യുന്ന ഭൃഗുനന്ദി നാഡി അല്ലെങ്കിൽ ഭൃഗു ഹോര അല്ലെ ഭൃഗുസൂത്രം പോലുള്ള വലിയ ഗ്രന്ഥങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് അതിനെ ബേസിക്കായിട്ട് ഫോളോ ചെയ്യുന്ന പല തലമുറകളായിട്ട് ഫോളോ ചെയ്യുന്ന ചില അസ്ട്രോളജേഴ്സ് അവർ പറയുന്നത് അനുഭവത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് 7ാം ഭാവത്തിൽ വ്യാഴം സ്ത്രീജാതകത്തിൽ 6-8-12 പോകുന്നതും സ്ത്രീജാതകത്തിൽ 2ാം ഭാവത്തിൽ വ്യാഴം വരുന്നതുമൊക്കെ ദാമ്പത്യ ദുരിതത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 2ലെ വ്യാഴം പല ഗുണങ്ങൾ, വിദ്യാ ഗുണം കൊടുക്കും, സാമ്പത്തിക ഗുണം കൊടുക്കും, പല തരത്തിലുള്ള ഗുണങ്ങൾ കൊടുക്കുമെങ്കിൽ പോലും 2nd ഹൗസ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജാതകം പിന്നെയുള്ള പല വീഡിയോസിലും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്കത് നന്നായിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ്. അതൊരു അധികം ഒബ്സർവേഷൻസ് വേണ്ടാത്തൊരു ഏരിയയാണ്. എനിക്കത് മനസ്സിലായൊരു കാര്യമാണ്. 2nd ഹൗസ് ജൂപ്പിറ്റർ പല കാര്യങ്ങളുണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നുകൂടെ നിരീക്ഷണത്തിന് വെക്കാവുന്നതാണ്, നോക്കാവുന്നതുമാണ്. അപ്പം ഇത് 7th ഹൗസിൽ ഇങ്ങനെ ജൂപ്പിറ്റർ നിൽക്കുകയും ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ വന്നു കഴിഞ്ഞാൽ ജൂപ്പിറ്ററിൻ്റെ പവർ കുറഞ്ഞിട്ടാണ് 7th നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അമിത പ്രതീക്ഷ ഒന്നാമത്തെ പ്രശ്നമാണ്. പങ്കാളി സർവഗുണ സമ്പന്നനായിരിക്കണം അല്ലെ സമ്പന്നയായിരിക്കണം എന്നുള്ള ആഗ്രഹവും കാരണം നിർബന്ധം പിടിക്കാനും പലപ്പോഴും വിവാഹം വൈകാനുമുള്ള സാധ്യത ഉണ്ട്. ഒന്നാമത്തേത്. അല്ലെങ്കിൽ പങ്കാളിയെ എപ്പോഴും ഉപദേശിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന പ്രകൃതക്കാരായേക്കാം. ഇത് പലപ്പോഴും വിരസതയ്ക്കോ ഈഗോയ്ക്കോ ഉള്ള സാധ്യത കൂടും ദാമ്പത്യ ജീവിതത്തിൽ. അതുപോലെ തന്നെ റൊമാൻസിൻ്റെ കുറവ്, ഇവരുടെ ഒരു റൊമാൻറ്റിക് ഇത് വരണമെന്നുണ്ടെങ്കിൽ അമിതമായ ഗൗരവവും മാന്യതയും കാരണം ദാമ്പത്യത്തിൽ വേണ്ടത്ര തമാശയോ റൊമാൻസോ ഇല്ലാതെ പോയേക്കാം. ഒരു ഭയമുണ്ടാവും ഇവർക്ക്, ഇവരുടെ പങ്കാളിയോടൊരു റെസ്പെക്റ്റും ഇതും കാരണം ഒരു ഭയം ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ചൊവ്വ ഒരു പേടി ഉണ്ടാവില്ല. ശുക്രന് ചൊവ്വയുടെ ബന്ധവും കൂടെ ഉള്ളതാണെങ്കിൽ 7th ഹൗസിൽ ശുക്രന് ചൊവ്വയുടെ ബന്ധമുള്ളതാണെങ്കിൽ ഏതറ്റം വരെ വേണമെങ്കിലും എന്തും പറയാൻ, സ്വകാര്യതകളിൽ ഏതറ്റം വരെ എന്തും പറയാൻ ഒരു ചളിപ്പും ഉണ്ടാവില്ല. പക്ഷേ വ്യാഴമാണ് സ്വാധീനിക്കുന്നതെങ്കിൽ ഒരു എസ്തെറ്റിക് സെൻസ് അവരുടെ ഒരു പ്രത്യേക രീതിയിലാണ്. ചുരുക്കി പറഞ്ഞ് ഇതൊക്കെ ആലോചിച്ചാൽ മതി. ചന്ദനം, നല്ല ചന്ദനത്തിരിയുടെ മണം, അഷ്ടഗന്ധം, സെറ്റുമുണ്ട്, എനിക്കതൊക്കെയാണ് ഓർമ്മ വരുന്നത്. വിഷ്ണു ഭഗവാൻ, മഞ്ഞപ്പട്ട്, ഈ സ്വർണ്ണാഭരണൻ, വിഭൂഷണനായ ഭഗവാൻ, ഗുരുവായൂരിലെ ശിവേലി, ഇതൊക്കെ എൻ്റെ മനസ്സിൽ വ്യാഴം എന്ന് പറയുമ്പോൾ തന്നെ വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ആ എനർജിയും ആ ഒരു രീതിയൊക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഒരു റെസ്പെക്റ്റും ഒരാഠ്യത്വവും ഒക്കെ ഇതിനകത്ത് വരും എന്നുള്ളതാണ്. അതിന് ചേരാത്ത ഒരാളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദാമ്പത്യ ദുരിതം ഉറപ്പാണ്. ഈശ്വരാനുഗ്രഹത്തിൻ്റെ കാരകനായതുകൊണ്ടായിരിക്കാം പലപ്പോഴും 7ൽ വ്യാഴം നിൽക്കുന്നവർ നല്ല ഭക്തരായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം
ഞാൻ ചില മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഇപ്പോൾ ഒരു എത്തിസം ഉണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ മാനുഷിക, അതായത് റിലീജിയസ് അല്ല, സ്പിരിച്വൽ ആയിരിക്കും. അവർ മാനുഷിക മൂല്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരും ആയിരിക്കും എന്നുള്ളതാണ്. ബലവാനായ ഒരു വ്യാഴം 7-ൽ നിന്നാൽ. അപ്പം ഇവരുടെ അപ്രോച്ച് ടു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ബന്ധങ്ങളോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നോക്കാം. ധാർമ്മികതയും സത്യസന്ധതയുമാണ് മെയിനായിട്ടുള്ളതിൻ്റെ മുഖമുദ്ര. ഇവർ ബന്ധങ്ങളിൽ നീതിക്കും ധാർമ്മികതയ്ക്കും വലിയ പ്രാധാന്യം നൽകുകയും പങ്കാളിയോട് വഞ്ചന നടത്താനോ അല്ലെങ്കിൽ കള്ളം പറയാനോ അല്ലെങ്കിൽ ഇവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമായി ബുധനൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാനോ ഒന്നും ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക്. കാരണം ഭയങ്കര മാനുഷിക മൂല്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കും. ഹ്യൂമാനിറ്റിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും. വഴക്കും പ്രശ്നങ്ങളും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നാൽ പോലും ഒരു ധാർമ്മിക മൂല്യമുണ്ട്. അവർക്ക് വിഷമിക്കുന്ന അതൊരു മനുഷ്യനാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവർ റിലേഷൻഷിപ്പിലൊക്കെ പോയി പെട്ടാൽ നല്ലൊരു വ്യക്തിയല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും പെടും എന്നുള്ള ഉറപ്പാണ്. വൻ വീഴ്ചയിലേക്കായിരിക്കും വീഴുന്നത്. വീണ് പൊളിഞ്ഞ് പുറത്തേക്ക് വരും. പലപ്പോഴും ആ വൂണ്ട് ഹീലായി വരുന്നത് പലപ്പോഴും അങ്ങനെ വീണ് ഇവർ ഈ ഒരു ധാർമ്മിക മൂല്യവും കാര്യങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, ഇവരാരെയും പറ്റിക്കാത്തൊരു സ്വഭാവമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, ആ വലിയ അഹങ്കാരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, വ്യാഴത്തിന് ഈഗോ ഉണ്ട്. പക്ഷെ ആരെയും ദ്രോഹിക്കണമെന്നോ നശിപ്പിച്ചൊന്നോ നേടണമെന്നോ എൻ്റെ ജീവിതം മാത്രമാണ് പ്രധാനം എന്ന് രവി പറയുന്ന പോലെ, ചൊവ്വ പറയുന്ന പോലെ ഒന്നും എന്നെ കൺസിഡർ ചെയ്യണം, അങ്ങനെ വാശിയൊന്നും പിടിക്കത്തില്ല. വേറൊരു രീതിയാണ് വ്യാഴത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതി ഇവരെ സപ്പോർട്ട് ചെയ്യും. ദൈവാധീനത്തിൻ്റെ ഗ്രഹമല്ലേ വ്യാഴം. അപ്പോൾ ഇവർ വീണാൽ ഇവർ പെട്ടെന്ന് കയറി വരും. കയറി വരുന്നത് ഇവർ ചിലപ്പം ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെടുകയോ അല്ലെങ്കിൽ ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുകയോ ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അങ്ങനെയുള്ള ഒരു 100 പേരെങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങനൊരു 100, ഏറ്റവും കുറഞ്ഞത് ഒരു 100 പേരെങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാനീ പറയുന്നത്. അവരെ ഞാൻ സമാധാനിപ്പിക്കുന്നതും അങ്ങനെയാണ്. ഇത് അങ്ങനൊരു സംഭവം നടന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് കർമ്മം കൂടെ ക്ഷയിക്കാനുണ്ടായിരുന്നു. അത് വന്ന് ആ പ്രാരാബ്ധം അവർ വലിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോയി. ഇനി നിങ്ങൾ ഇതിലേക്ക് എത്തി, ഇനി ഇതിലേക്ക്. പക്ഷെ അത് കഴിയുമ്പോൾ അവർ വളരെ ഫോക്കസ്ഡ് ആകുന്നതും വളരെ സ്പിരിച്വൽ ആകുന്നതും അതിനുശേഷം അവരവരുടെ മേഖലകളിൽ അവരവരുടെ കരുത്ത് തെളിയിക്കുന്നതും ജീവിതത്തെ വളരെ മെച്യൂറായിട്ട് കാണുന്നതും വളരെ മെച്യൂരിറ്റിയോടുകൂടി കാണുന്നതുമൊക്കെ കണ്ടതിനൊരു ദൃക്സാക്ഷിയാണ് ഞാൻ. അവരുടെയൊക്കെ കൂടെ നിൽക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ഒരാളുമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു ഗ്രഹമാണ് ജൂപ്പിറ്റർ. എൻ്റെ സ്വഭാവ സവിശേഷതകളിൽ ഞാൻ അസ്ട്രോളജി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള എൻ്റെ ഒരു സ്വയ ചോദ്യം ഉണ്ടായിരുന്നു. വേറൊരു സാഹചര്യത്തിൽ ജീവിച്ചു പോകുന്ന വളരെ ടെക്കിയായിട്ടുള്ളൊരു മൈൻഡ് സെറ്റുള്ള എനിക്ക് സയൻസിൻ്റെ ഫിസിക്സിൻ്റെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന എനിക്ക് എങ്ങനെ ഒരു 20 വയസ്സായപ്പോൾ ഇങ്ങനൊരു മാറ്റം വന്നു എന്നുള്ളതിൻ്റെ അന്വേഷണം ഞാൻ എത്തിയത് വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള കർമ്മഫലം തീർക്കുക എന്നുള്ളതാണ് ജീവിത ഉദ്ദേശം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തിയത്. റെട്രോഗ്രേഡായിട്ടുള്ളൊരു ജൂപ്പിറ്റർ അതിബലവാനായിട്ടാണ് എൻ്റെ ഹൊറോസ്കോപ്പിലുള്ളത്. അപ്പോൾ അതിൻ്റെ ബലം എന്ന് പറയുന്നത് ഷഡ്ബലത്തിലായാലും നിൽക്കുന്നിടത്താണെങ്കിലും എല്ലാം കൊണ്ട് നോക്കുമ്പോഴും സാറ് വളരെ ബലപ്പെട്ടാണ്. അത് 10ലുമാണ്. അത് തീർക്കാൻ ആ കർമ്മം, ആ റെട്രോഗ്രേഡ് ജൂപ്പിറ്റർ, റെട്രോഗ്രേഡ് പ്ലാനറ്റ്സ് ഇൻഡിക്കേറ്റ്സ് പാസ്റ്റ് ലൈഫ് ഡെപ്റ്റാണ്. അപ്പോൾ ആ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റ് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അവിടേക്ക്. പിന്നെ ആ ഗ്രഹം തന്നെയാണ് എനിക്ക് ആത്മകാരകനും. അങ്ങനെ മൊത്തത്തിലൊരു ജൂപ്പിറ്റർ മയം അവിടെ കിടക്കുന്നതുണ്ട്. തൊട്ട് പുറകിൽ മറ്റ് ഗ്രഹങ്ങൾ ബലമുള്ളതുകൊണ്ട്. അപ്പോൾ ജൂപ്പിറ്ററിൻ്റെ മാത്രമല്ല, എന്നാലും എൻ്റെ ഒരു 70 to 80% എൻ്റെ എല്ലാ കാര്യങ്ങളെയും എൻ്റെ സ്വഭാവങ്ങളാണെങ്കിലും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതും ജൂപ്പിറ്ററിൻ്റെ ഒരു ഇൻഫ്ലുവൻസസ് അല്ല, ആ ഒരു കാരകത്വത്തിലുള്ള കർമ്മങ്ങളോടാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നതും ചെയ്യുമ്പം തൃപ്തി തരുന്നതും ഇഷ്ടം തരുന്നതും എല്ലാം അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം കിട്ടിയപ്പം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നതാണ്. അത് സ്വയം നിങ്ങളുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും വെച്ച് സ്വയം നിരീക്ഷിക്കുകയും ചെയ്യാം. അറിവിനായുള്ള ആഗ്രഹം, സൗന്ദര്യത്തിനുപരിയായിട്ട് അറിവിനായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ 7ാം ഭാവത്തിലാണ് ജൂപ്പിറ്റർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർ സൗന്ദര്യത്തെക്കാളുപരിയായി പങ്കാളിയുടെ അറിവിനും വിവേകത്തിനും വിസ്ഡത്തിനും വില കൽപ്പിക്കുന്നു. തന്നേക്കാൾ അറിവോ പക്വതയോ ഉള്ള ഒരാളെ പങ്കാളിയായി ലഭിക്കാനും
ഇവരൊരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവർ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇവരങ്ങനെ പെട്ടെന്ന് ഒരാളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയോ റെസ്പെക്റ്റ് ചെയ്യുകയോ ചെയ്യില്ല. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളെ കിട്ടണം എന്ന് ഇവരാഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു റെസ്പെക്റ്റ് കിട്ടണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പങ്കാളിയുടെ അടുത്ത് ഈ റെസ്പെക്റ്റ് പോകുമോ എന്ന് പേടിച്ചൊരു പരിധിക്ക് മേളിൽ ഇവർക്ക് ഇടപെടണമെങ്കിൽ തന്നെ ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞാൽ 10-12 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പം ലോങ് ടൈം ലൈഫാണ്. അപ്പം ഇവരുടെ ശരിക്കുള്ള ഒരു ജീവിത ശൈലികൾ രീതികളൊക്കെ പുറത്തേക്ക് വരുന്നതും, അതായത് റൊമാൻറ്റിക് ലൈഫൊക്കെ വളരെ കൃത്യമായിട്ട് ആ അടുപ്പം വന്ന് കുറേ കാലം ഭയമൊക്കെ മാറി ഇൻസെക്യൂരിറ്റീസൊക്കെ മാറിയിട്ടൊക്കെ ആയിരിക്കും ആ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ വരുന്നതായിട്ടും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ വിശ്വസ്തത എന്നുള്ളതാണ്. മനഃശാസ്ത്രപരമായി ഇവർ വളരെ വിശ്വസ്തരാകും എന്നുള്ളതാണ്. വ്യാഴത്തിന് ബലമുള്ളവരെ വിശ്വസിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യാഴത്തിന് ബലമുള്ളവർ ക്ഷമിക്കുകയും ചെയ്യും, പക്ഷെ മറക്കില്ല. ഇപ്പം ഉദാഹരണത്തിന് ജൂപ്പിറ്റർ, അതായത് വ്യാഴം ആയിട്ടുള്ള ബൃഹസ്പതിയുടെ പത്നിയായിരുന്നു താര. തൻ്റെ ശിഷ്യനായിട്ടുള്ള ചന്ദ്രനെ ഏൽപ്പിച്ചിട്ടാണ് ബൃഹസ്പതി തപസ്സിനായി പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ബുധൻ അവിടെ ഉണ്ട്. അതായത് താരയിൽ ചന്ദ്രനുണ്ടാവുന്ന പുത്രനാണ് ബുധൻ. അവിടെ ഒരു ഇല്ലീഗൽ ഇതുണ്ട്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞൊരു ഇല്ലീഗൽ ഇതുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ തലത്തിൽ നോക്കുമ്പോൾ മനുഷ്യന് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാം. ലീഗലി നമ്മൾ നോക്കുമ്പം ഇതൊക്കെ ഇല്ലീഗലാണ്. കാരണം ഗുരുവിൻ്റെ പത്നിയെ ഇഷ്ടപ്പെടുക, അതിലൊരു സന്താനം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് ഒരു മഹാപാപത്തിൽപ്പെടുന്ന കാര്യം തന്നെയാണ്. കർമ്മവിഭാഗ പ്രായശ്ചിത്തത്തിൽ വരുമ്പം അതിൽ മഹാപാപങ്ങളിൽ പെടുന്ന, പ്രത്യേകിച്ച് സായണീയം പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അത് വളരെ എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ വീരസിംഹാവലോകനം, അങ്ങനെ നിരവധി പ്രായശ്ചിത്ത ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഏറ്റവും മോശം ഗുരുവിന് തത്തുല്യമായിട്ട് കാണണമെന്നാണ് ഗുരുപത്നിയെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരത്തിൽ, അങ്ങനെയുള്ളൊരു ചിന്താധാരയിൽ, അങ്ങനെയുള്ളൊരു ഇതിലാണ് ചന്ദ്രൻ വളരെ പക്വമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അൺകൺട്രോൾഡ് ആയിട്ടുള്ളൊരു ലിബിഡോ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. മനസ്സെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എപ്പോൾ വേണമെങ്കിലും ഓരോ ദിവസം ഓരോ മൂടെന്ന് ഞാൻ പറയില്ലേ. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ് ബുധൻ. അപ്പം അതുകൊണ്ട് തന്നെ വിവേകം കുറയുകയും എന്നാൽ താരയുടെ അറിവിനുള്ള ത്വര ഉണ്ടാവുകയും ചെയ്തൊരു പ്ലാനറ്റാണ് ബുധൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറയാൻ വന്ന വിശ്വസ്തതയുടെയും ക്ഷമയുടെയും ഒരു ഗ്രഹമാണ് എന്നുള്ളത്. പക്ഷെ മറക്കില്ല, പക്ഷേ വിശ്വസ്തതയും ക്ഷമയും ഉണ്ടാവും എന്ന് പറയുന്നത്. എന്നിട്ട് പോലും ബുധനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് ബൃഹസ്പതിയാണ് എന്നുള്ളതാണ്. ബൃഹസ്പതിയിൽ നിന്നുമാണ് വിദ്യ അഭ്യസിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു രീതിയിലുള്ളത് കൊണ്ട് തന്നെ സഭയിൽ അപമാനം ഏറ്റുവാങ്ങിയിരുന്ന ആളാണ് ബുധൻ എന്നുള്ളത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തൊക്കെ പുള്ളി നന്നായിട്ട് തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരെയും കയ്യിലെടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും തൻ്റെ ജനനം ഇങ്ങനെയുള്ളതാണെന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ബുധനുള്ളിലുണ്ട്. അതുകൊണ്ട് ബുധന് ബലമുള്ളവർക്കെല്ലാം ഇതുണ്ടാവും. ഒരു ഭയം ഉണ്ടാവും, എപ്പോഴും ഒരു പേടിയുണ്ടാവും ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ഒരാളുടെ സപ്പോർട്ട്, ഒരു സപ്പോർട്ടിങ് സിസ്റ്റം, ഒരു സറൗണ്ടിങ്സ് ആണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവർ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം. എന്നാൽ ആ സപ്പോർട്ടിങ് സിസ്റ്റത്തിനെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നന്ദി ഉണ്ടാകത്തില്ല. അതാണ് ഈ വ്യത്യാസം. വ്യാഴം നേരെ തിരിച്ചാണ്. വ്യാഴം എന്ന് പറയുന്നത് വളരെ വിശ്വസ്തരായിരിക്കും. ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടില്ല നിലനിർത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്ന പ്രത്യേകക്കാരാണ്. പാർട്ട്ണർ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചാൽ, ചതിച്ചാലൊക്കെ ക്ഷമിക്കാൻ ഒരു പരിധി വരെ കഴിയുന്ന ആൾക്കാരുമാണ്. ക്ഷമ ആണ്. പിന്നെ അതിൻ്റെ മേളിൽ കയറി ഇവരെ ചവിട്ടാൻ നോക്കുമ്പോഴാണ് അവർ ക്ഷമിച്ചിട്ട് വ്യാഴബലമുള്ള ഒരു സ്ത്രീയോ ഒരു പുരുഷനോ തൻ്റെ പാർട്ട്ണറെ ചെയ്ത ചതിയോ വഞ്ചനയോ ക്ഷമിച്ച ശേഷം പിന്നെ അതിനെ ന്യായീകരിച്ച് അതൊക്കെ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയുമ്പോഴാണ് ഇവർ ശരിക്കും തിരിയുന്നത്. പിന്നെ ഇവരൊരു തീരുമാനം എടുത്താൽ മാറില്ല. പക്ഷേ ഇവരുടെ ഉള്ളിൽ ആ ഒരു സ്നേഹവും നന്മയും ആ ഇതുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് അവസ്ഥ കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന് വിചാരിച്ച് കളയാനുള്ള, ഒരു പ്രാവശ്യമൊക്കെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാകും. മറ്റുള്ള ഗ്രഹങ്ങൾ പലരും ക്ഷമിക്കും, കാരണം അവരുടെ കയ്യിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ള ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. വ്യാഴം അങ്ങനെയല്ല. വ്യാഴം വളരെ നീറ്റായിട്ടുള്ള ഒരു പ്ലാനറ്റാണ്. ഇത് തിരിഞ്ഞാൽ, ഈ അഹിംസ തിരിഞ്ഞാൽ സിംഹമാവുന്നു എന്ന് പറയുന്ന പോലെ ഈ വ്യാഴം തിരിഞ്ഞൊരു കുഴപ്പമുണ്ട്. അതായത് ക്ഷമിക്കുന്നവരുടെ ക്ഷമ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവനാശത്തിലേ അത് അവസാനിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇപ്പം ഒരു വിശ്വസ്തരാണ്, വളരെ സ്നേഹമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ നന്നായിട്ട് ഉപദ്രവിച്ച് ഒരു ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ നമ്മൾ പറയില്ലേ,
ക്ഷമയുടെ നെല്ലിപ്പലക കിണറിൻ്റെ അടിയിൽ പണ്ട് വെള്ളം ശുദ്ധമാകാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഏറ്റവും താഴെ വെള്ളത്തിൻ്റെ അടിത്തട്ടി കിടക്കുന്ന സാധനമാണ് നെല്ലിപ്പലക. ഇന്ന് സിമെൻറ്റിൻ്റെയാണ് ആ സാധനം, നെല്ലിയുടെ പലകയൊന്നുമല്ല, സിമെൻറ്റിലാണത് കിട്ടുന്നത്. കിണർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാതെ പഴയ കാലത്തെ. അപ്പം നെല്ലിപ്പലക അതിന് താഴെ ചെളിയാണ്. അപ്പം അവിടെ വരെ ചവിട്ടി താത്ത് കഴിയുമ്പം ഇവരൊരു തിരിയും, വ്യാഴം തിരിയുന്നൊരു തിരിയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് കട്ടാവും ആ ബന്ധം. അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. വ്യാഴത്തിന് ബലമുള്ളവർ ഒരു കാര്യത്തിൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി എങ്കിൽ ഉറപ്പിച്ചോളൂ, ഒരുപാട് ക്ഷമയും സഹനവും കഴിഞ്ഞ ശേഷം ഇനിയും ഒരു കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ തൻ്റെ ജീവന് തന്നെ, തൻ്റെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാവും എന്നുള്ള ഉറപ്പുള്ളപ്പോഴായിരിക്കും ആ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതും കൂടി ഓർത്തോളാം. നമ്മളിത് 7-ാം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും നമ്മൾ എല്ലാ മേഖലയിലും ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഉള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഓഫ് പാർട്ട്ണറിൻ്റെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയായിരിക്കും, ഇവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ അടുത്ത ക്ലാസ്സിൽ കാണുന്നിടം വരെ നമസ്കാരം.